സാർ, ഈ PFIക്കാരെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ മറ്റാണ്. അവർ നടത്തിയ ആ സമരത്തിനൊന്നും കേസില്ല. ആ CAA വിരുദ്ധ സമരത്തിന് ശബരിമല നാമജപത്തിൽ പങ്കെടുത്തവരുടെ കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അവരുടെ കേസൊക്കെ പിൻവലിച്ചു. അത് കേസ് പിൻവലിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പോളിസി ഡിസിഷനാണ്. അത് കോടതി സമ്മതിച്ചാലേ പിൻവലിക്കാൻ പറ്റുള്ളൂ. കോടതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒബ്ജക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ പിൻവലിച്ച കേസുകളുണ്ടല്ലോ, ഈ പിൻവലിച്ച കേസുകൾ ക്രോഡീകരിച്ചിട്ട് നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഈ കേസുകൾ മനഃപൂർവ്വം പിൻവലിച്ചു. ഇതെല്ലാം സമാന സ്വഭാവമുള്ള ആളുകളുടെ ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകളുടെ പേരിലുള്ള കേസുകളാണ്. ഇത് പിൻവലിച്ചത് രാഷ്ട്രീയ ഉദ്ദേശം വെച്ചിട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് ചലഞ്ച് ചെയ്യാം. ശബരിമല പ്രശ്നത്തിലിട്ട കേസുകൾ പിൻവലിക്കാൻ ഒരു ബാധ്യതയും സർക്കാരിനില്ല. സർക്കാർ കേസ് പിൻവലിക്കും എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ കേസുണ്ടാക്കിയത്? എൻ്റെ ചോദ്യം ശബരിമല അജിറ്റേഷൻ്റെ ആൾക്കാരോടാണ്. നിങ്ങളെന്താ പിണറായി വിജയനിൽ നിന്ന് ദയ പ്രതീക്ഷിച്ചിരുന്നോ? ഇപ്പോൾ 2018 കേസുകൾ, ശബരിമല കേസുകളുണ്ടായത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 24-ലാണ്. അതായത് ഏകദേശം 5 വർഷം കഴിഞ്ഞു, 6 വർഷം ആയിട്ടുമില്ല. ഈ 5 വർഷത്തിനിടയ്ക്ക് നിങ്ങളെന്ത് ചെയ്യായിരുന്നു? നിങ്ങൾക്ക് ഈ കേസുകൾ ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്ത് വാങ്ങാമായിരുന്നു, ബൾക്കായിട്ടോ അല്ലാതെയോ. സാധാരണ ഇതിൽ കേസ് ക്വാഷ് ചെയ്യാൻ പോകുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് പോകണം. എത്ര? 1700 കേസ്, 1000 കേസുണ്ട് അവർക്ക്. ഇവർക്ക് 865 കേസുകൾ. ഇവരാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തിയത്. സാധാരണ ഇതിനൊക്കെ ബാച്ച് പെറ്റീഷൻ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു വക്കീലിന്, കാരണം ഇതിൽ പോയിൻ്റ് ഒന്നല്ലേ ഉള്ളൂ, സമാന സ്വഭാവമുള്ള കേസുകളാണല്ലോ. അതെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു വക്കീലിനെ വെച്ച് ഹൈക്കോടതിയിൽ ഇത് ക്വാഷ് ചെയ്ത് FIR ക്വാഷ് ചെയ്ത് കളയിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തിനും പിണറായി വിജയൻ്റെ ദയയും കാത്തിരിക്കുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. ശബരിമലക്കാരെന്താ അവരെ പറ്റി വിചാരിച്ചത്? അത്രയ്ക്ക് വലിയ കേസാണ് സാർ. രാമനാമ ജപവും അവർ പ്രാർത്ഥനാ ഗീതവുമായിട്ട് പോയി വലിയ കേസാണെന്ന് പിണറായി വിജയൻ പറയുന്നു. അത്രയ്ക്ക് വലിയ കേസാണ്. ഇവിടെ സർക്കാരിൻ്റെ പോളിസിയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ഈ പിണറായി വിജയൻ്റെ ദയയ്ക്ക് വേണ്ടിയിട്ട് കാല് പിടിച്ച് നിൽക്കുന്നത് എന്തിനാണ്? അത്രയ്ക്ക് വലിയ കേസല്ലല്ലോ അതൊന്നും. അതുകൊണ്ട് എന്ത് വേണം? പിണറായി വിജയൻ നിങ്ങൾക്ക് ഔദാര്യം ചെയ്തു തരണോ? ഔദാര്യമില്ല സാർ. ഒരു ഭരണാധികാരിക്ക് അതൊക്കെ കണ്ണയച്ചൂടെ സാർ? ചെയ്യുന്നില്ല. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ചേർന്നല്ലേ തെരുവിൽ സമരം നടത്തിയത്? അന്ന് നിങ്ങൾ എന്താ വിചാരിച്ചത്? പിണറായി വിജയൻ നിങ്ങൾക്ക് സൗകര്യം ചെയ്ത് തരുമെന്നോ? അപ്പോൾ സൗകര്യമില്ല, അയാൾ ചെയ്യില്ല. പോപ്പുലർ ഫ്രണ്ടിന് കൊടുക്കും, നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ എന്ത് ചുക്ക് ചെയ്യാൻ പോകുന്നു? വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു? കോടിക്കണക്കിന് സർക്കാരിന്റെ സ്വത്താണ് നശിപ്പിച്ചവന്മാര്. ശരി, നശിപ്പിച്ചു. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങളും ഉറപ്പ് സ്വത്ത് നശിപ്പിച്ചല്ലോ നിങ്ങളുടെ സമരത്തിൽ. ഇല്ലെന്നാ സാർ, നാമജപമല്ലേ സാർ ഉണ്ടായിരുന്നത്? എന്ത് വാങ്ങിക്കോട്ടെ, അതിൽ കല്ലേറും ഉണ്ടായോ, അടിപിടി ഉണ്ടായോ? നിങ്ങൾക്ക് എന്ത് വാങ്ങിക്കോട്ടെ, എന്ത് ന്യായം പറഞ്ഞാണെങ്കിലും 2018 പിണറായി വിജയനെ വെല്ലുവിളിച്ചവർ 2024 വന്നപ്പോൾ അയാളുടെ കാല് പിടിക്കാൻ നടക്കരുത്. അന്തസ്സായിട്ട് കോടതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കേസ് ക്വാഷ് ചെയ്ത് പിടിക്കുകയല്ല. അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് നയം പറയുമായിരുന്നു സാർ. ആ ഇരട്ടത്താപ്പാണ്. സോ വാട്ട്? നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഇരട്ടത്താപ്പല്ലാതെ വേറെ എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ സ്വയം താരതമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചെയ്തു, എൻ്റെ ചെയ്തില്ല. അതിനർത്ഥം എന്താ? ഐ ആം ഓൺ ദ സെയിം ഫുട്ടേജ്. വേറൊരു പോപ്പുലർ ഫ്രണ്ടാണ് ഞാൻ. അത് മുസ്ലിം പോപ്പുലർ ഫ്രണ്ട്, എൻ്റെത് ഹിന്ദു പോപ്പുലർ ഫ്രണ്ട്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒരേപോലെ കാണണ്ടേ സാർ എന്ന് പറഞ്ഞ് കരയും. നാണമില്ലേ നിങ്ങൾക്ക്? വ്യക്തിത്വമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ കേസ് നിങ്ങൾ സമരം ചെയ്യുമ്പോൾ കേസ് വരും. ആ കേസ് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇട്ടിട്ട് പോണം. മിസ്റ്റർ പിണറായി വിജയൻ്റെ മുമ്പിൽ ദയയ്ക്ക് യാചിക്കുന്നു. ഇത് ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിക്കുന്നു. ഇരട്ടത്താപ്പല്ല, 3ഉം 4ഉം താപ്പുണ്ട് ഭരണാധികാരികൾക്ക്. യു വിൽ സഫർ ലൈക്ക് ദിസ്. അല്ല, അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു സാർ. നിയമസഭയിൽ പറഞ്ഞു ഈ കേസൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. മനസ്സിൽ സൗകര്യമില്ല, പോടാന്ന് പറയുന്നു. അപ്പൊ ഇത് വോട്ടിന് കണക്കാക്കിയിട്ടാണോ? വോട്ട് കണക്കാക്കിയിട്ടാണ്. അതെ, മുസ്ലിം വോട്ട് കണക്കാക്കിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പാലസ്തീൻ ഐക്യദാർഢ്യം പിണറായി വിജയൻ നടത്തിയത്. അതുകൊണ്ടാണ് anti-CAA നടത്തുന്നത്. കേരളത്തിലെ anti-CAA നടപ്പാക്കില്ല. ശരി, നടപ്പാക്കണ്ട, വേണ്ട. പിന്നെ ഇയാൾ സുപ്രീം കോടതിയിൽ കേസിന് പോയിരിക്കുന്നത് എന്തിനാ? നടപ്പാക്കില്ലല്ലോ. പിന്നെ കേസിന് പോയിരിക്കുന്നത് എന്തിനാ? മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടാണ് ഇയാൾ ചെയ്യുന്നതെന്ന് ആർക്കാ മനസ്സിലാവാത്തത്?
എന്നിട്ട് അത് പരാതിയുമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പരാതിയൊന്നുമില്ല. നിങ്ങൾക്ക് കോടതിയിൽ പോകാം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കേസുകൾ ക്വാഷ് ചെയ്യാൻ പോകാം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേസുകൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. അവരെ ജയിലിൽ നിന്ന് തുറന്നു വിടുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. സീ ദ അതർ പാർട്ടി ഹൗ ദേ ആർ ഫൈറ്റിംഗ്. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ സുപ്രീം കോടതി തുറപ്പിക്കാൻ കേജ്രിവാൾ ഒരു ശ്രമം നടത്തിയില്ലേ? അയാളുടെ വക്കീലന്മാർ സുപ്രീം കോടതി തുറന്നു കൊടുത്തില്ല. പറ്റില്ല, നാളെ നോക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് വരുമ്പോഴും നിങ്ങൾ നോക്കിക്കോ, കീഴ്ക്കോടതിയിൽ പോയി. കാരണം അറസ്റ്റ് കഴിഞ്ഞില്ലേ? അറസ്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് അതാത് മജിസ്ട്രേറ്റ് കോടതിയിൽ വേണം ആദ്യം ജാമ്യം മൂവ് ചെയ്യാൻ. ബട്ട് ഇതേ ഹിന്ദു ഗ്രൂപ്പ്സിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ വക്കീൽ? ഏതാണ് നിങ്ങളുടെ അഭിഷേക് സിംഗ്വി? ഏതാണ് നിങ്ങളുടെ കപിൽ സിബൽ? ഏതാണ് നിങ്ങളുടെ ദുഷ്യന്തവേ? നിങ്ങൾക്കൊരു ഇന്ദിരാ ജയ്സിംഗ് ഉണ്ടോ? നോ, യു ഡോണ്ട് ഹാവ് എനിത്തിങ്. യു ആർ റൂളിംഗ് ദ കൺട്രി ഫോർ ദ പാസ്റ്റ് 10 years, but you don't have an advocate in Supreme Court or in High Court. And you are crying, പിണറായി വിജയൻ അത് ചെയ്തില്ല എന്ന് പറയുന്നത്. അയാൾ ചെയ്യില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്കും മനസ്സിലാവണില്ല. ഇങ്ങനെ പരാജയപ്പെട്ട് കരഞ്ഞ് തീരുന്ന ഒരു സമാജത്തെ ഞാൻ കണ്ടിട്ടില്ല. ഐ ബിലോങ് ടു ദാറ്റ്, ബട്ട് ദെൻ ഇറ്റ് ഈസ് സോ. അപ്പോൾ സാർ, അത് നമ്മളെ ഹിന്ദുക്കൾ വേണ്ടേ? അപ്പോൾ ഈ പറയുന്ന വേണ്ടാന്ന്, ഹിന്ദുക്കളെ വേണ്ടാന്ന് എത്ര തവണ ആ മനുഷ്യൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൂടെ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഹിന്ദു ധർമ്മമേ ശക്തി ഹേ, ആ ശക്തിയുമായിട്ടാണ് എൻ്റെ യുദ്ധം എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ, ഒരു പ്രൊട്ടസ്റ്റ്, ഒരു പന്തംകുളത്ത് ജാഥ, 5 പേരുടെ ജാഥ കണ്ടോ അയ്യപ്പൻ കേരളത്തിൽ? ഇല്ല, തീർച്ചയായിട്ടും കണ്ടില്ല. എന്നിട്ട് നിങ്ങൾക്ക് അയാൾ സൗജന്യം ചെയ്തു തരണമല്ലേ? യു ആർ നോട്ട് വർത്ത് ഇറ്റ്. ദിസ് സൊസൈറ്റി ഈസ് ഗോയിങ് ടു ഡോഗ്സ് ആൻഡ് യു ആർ വാച്ചിങ് ഹെൽപ്ലെസ്ലി ക്രൈങ് ഓഹോ എന്ന് പറഞ്ഞിട്ട്. വളരെ കഷ്ടമാണ്. എനിക്കിത് കേൾക്കുമ്പോൾ പരമപുച്ഛമാണ് തോന്നുന്നത്. ഈ ശബരിമല കേസിൽപ്പെട്ട ഒരു 10 പേര് എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു. സാർ ഇങ്ങനെ നിസ്സാരം 2000 രൂപ പിഴയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ആ 2000 രൂപ ഞാൻ സംഘടിപ്പിച്ച് 20,000 രൂപ വേണം 10 പേർക്ക്, ഇതിലേ ഉള്ളൂ, നമുക്കത് ഒരു പിരിവെടുത്തിട്ട് നമുക്ക് തീർക്കാം. പിന്നെ ശബരിമല കർമ്മസമിതിയുടെ ആൾക്കാർ പറഞ്ഞു, ഇല്ല ഞങ്ങളത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അപ്പീലിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടു. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഈ കേസുകൾ ഇങ്ങനെ ഇത്രയും വർഷം കിടന്ന് നിരങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം നിങ്ങളുടെയാണ് അയ്യപ്പ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഒരടി വാങ്ങി ശരി പോട്ടെ എന്ന് വയ്ക്കാൻ, 2ാമത്തെ അടി നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരൻ നിങ്ങളാണ്. തിരിച്ച് തല്ലാഞ്ഞിട്ടാണ്. തിരിച്ച് തല്ലാൻ നിങ്ങൾക്ക് അറിയില്ല, നിയമപരമായിട്ട് അറിയില്ല. തെരുവിൽ ചില ബഹളം വയ്ക്കും. അങ്ങനൊരു ബഹളമാണ് ശബരിമലയിൽ വെച്ചത്. ഇപ്പോൾ അതിൻ്റെ കേസ് പിൻവലിക്കണം. അയാൾക്ക് പിണറായി വിജയൻ എന്താ? നേരത്തെ നിയമസഭ ഇലക്ഷന് മുമ്പ് ഇതേപോലെ കുറേ കേസ് അങ്ങ് പിൻവലിച്ചു കൊടുത്തു PFIക്കാരന്മാർ. ഇപ്പോൾ അത് ലോക്സഭ വരുന്നുണ്ട്. അങ്ങനെ അത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് PFIയുടെ കേസ് പിൻവലിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പാകിസ്ഥാന് സംഭാവന കൊടുത്ത കേസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇറ്റ് വിൽ ബി ഡൺ. ആൻഡ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഇത് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ബലമില്ല. നിങ്ങൾ ചുമ്മാ ഈ ദുർബലൻ്റെ കരച്ചിലിന് എന്ത് വിലയുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? ഇത് കരച്ചിലല്ല സാർ, ഇത് ജനം അറിയാൻ വേണ്ടി പറയുന്നതാണ്. ജനം അറിഞ്ഞതാണല്ലോ, ജനങ്ങളുടെ കൺമുമ്പിലാണല്ലോ നിങ്ങൾ ഈ ശബരിമല സമരം നടത്തി തല്ലു മേടിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടിയോ? അല്ല സാർ, വോട്ട് കിട്ടാനായിട്ടായിരുന്നല്ലോ ഈ വെപ്രാളം മുഴുവൻ. അല്ലാതെ വേറെ പ്രിൻസിപ്പിളൊന്നും എന്നോട് പറയരുത്. ആയിരിക്കും സാർ, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ അയ്യപ്പൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തന്നെ ആയിരുന്നു. ഒരു 60% വരെ അതൊക്കെ തന്നെ ആയിരുന്നു. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ തല്ലുകൊണ്ടുന്നത് ജനങ്ങൾ കണ്ടു കൺമുമ്പിൽ. എന്നിട്ട് അവർ വോട്ട് ചെയ്ത് ഇറക്കാം കോൺഗ്രസിനാണ്. ഇല്ലേ? 2019 തൂത്ത് പെറുക്കി ആലപ്പുഴ ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ട് കോൺഗ്രസ് പോയി. ആലപ്പുഴ കൊണ്ട് CPM പോയി. നിങ്ങൾക്ക് എന്ത് കിട്ടി? അതുകൊണ്ട് അതിൻ്റെ പൊളിറ്റിക്സ് അങ്ങ് വിട്. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമരം ചെയ്തവർ, അതിൻ്റെ നേതൃത്വം ഈ കേസ് കൺസോളിഡേറ്റ് ചെയ്ത് ഹൈക്കോടതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് ക്വാഷ് ചെയ്യണം. ഇപ്പോഴും ഞാൻ ആ വ്യക്തികളുടെ ഒന്നും പേര് പറയുന്നില്ല. അവനവൻ്റെ പേരിലുള്ള കേസ് ഓരോരുത്തർ അവരവർ മുൻകൈ എടുത്തിട്ട് ഓരോന്നായിട്ട് ക്വാഷ് ചെയ്ത് കളയുന്നുണ്ട് ഹൈക്കോടതിയിൽ. ഈ ശബരിമല കേസുകൾ താല്പര്യമുള്ളവർ അത് ചെയ്യുന്നുണ്ട്. അവിടെ വന്ന തീർത്ഥാടകരെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും പിടിച്ച് സമരത്തിൽ ഉൾപ്പെടുത്തിയത്. ആരെയും ആയിക്കോട്ടെ, അയാൾക്ക് കേസ് ഇന്ന് രക്ഷപ്പെടണ്ടേ? അതുകൊണ്ട് അയാൾ ഹൈക്കോടതിയിൽ പോയിട്ട് FIR ക്വാഷ് ചെയ്ത് വാങ്ങുന്നുണ്ട്. സാർ, അതിൽ BJPക്ക് ഈ ഒരു അവരുടെ സംഘടന എനിക്കറിയില്ല. യാതൊരു അയ്യപ്പനി റേസ് ചെയ്ത പോയിന്റ് BJP റേസ് ചെയ്തിട്ടുണ്ടോ?
ഇല്ല, PFIയുടെ കേസ് പിൻവലിച്ചു. ഹിന്ദു ഐക്യവേദിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയാണ് ഈ പരാതി പറഞ്ഞിരിക്കുന്നത്. ഈ ഹിന്ദു ഐക്യവേദിയുടെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് PFIയുടെ കേസ് പിൻവലിച്ചത് ചലഞ്ച് ചെയ്യാം. നിങ്ങളുടെ കേസുകൾ ക്വാഷ് ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതി തുറന്നിരിക്കുന്നു. 2018 തുറന്നാണ് ഇരിക്കുന്നത്, ഇന്നും തുറന്നാണ് ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പിണറായി വിജയൻ്റെ ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം രക്ഷിക്കട്ടെ, അയ്യപ്പൻ രക്ഷിക്കും നിങ്ങളെ. പിണറായി വിജയൻ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. അത് തീർത്തും ഇങ്ങനെ ഒരു ഭരണ സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രി കാണിക്കുന്ന ഇരട്ടത്താപ്പ് തന്നെയാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കണം എന്ന് തന്നെയാണ്. അവർക്ക് അറിയാത്ത കൊണ്ടല്ലോ സാർ, അത് അവർക്ക് അറിയാത്ത കൊണ്ടല്ലോ. ഈവൻ ദാറ്റ് ക്യാൻ ബി ചലഞ്ച്. എല്ലാ കാര്യത്തിനും ഇൻവോക്ക് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 14, തുല്യത. കേസ് പിൻവലിക്കുന്നതിലും തുല്യത വേണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോകാൻ പറ്റുമോ നോക്കുക. പ്ലീസ് ഡൂ സം. ഇതൊരു പുതിയ അറിവായി കണ്ടുകൊണ്ട് അവരതിന് വേണ്ട നടപടി സ്വീകരിക്കും എന്ന് ഹിന്ദു ഐക്യവേദിക്ക് അത് സാറി പറയുന്നത് ഒരു ഉപദേശമായി കണ്ടുകൊണ്ട് അവർ ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.